ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 81, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. പാർത്താദ്യൈരപകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷ്യം ചിത്വാ സബരമവൃഥ ലക്ഷണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാത്തത്ര മധ്യേ ശുശ്രോദാത്വം സുരപതിഗിരാ ഭൗമദുശ്ചേഷ്ടദാനി. അന്വയം അർത്ഥം. പാർത്താദ്യൈ പാണ്ഡവന്മാർ, കൗരവന്മാർ എന്നിവരാൽ പോലും അകൃതലവനം ഭേദിക്കപ്പെടാനാവാത്തതും തോയമാത്രാഭിലക്ഷ്യം വെള്ളത്തിൽ മാത്രം നിലച്ചിരിക്കുന്നതും ശബരം മത്സ്യരൂപത്തിലുമുള്ള ലക്ഷ്യം ലക്ഷ്യത്തെ ചിത്വ മുറിച്ചിട്ട് മദ്രകന്യാം മദ്ര രാജപുത്രിയായ ലക്ഷ്മണാം ലക്ഷ്മണയെ അവൃഥ അവിടുന്ന് സ്വീകരിച്ചു. ഏവം ഇപ്രകാരം തവ അവിടത്തേക്ക് അഷ്ടൗ 8 വല്ലഭാഹ ഭാര്യമാർ സമഭവൻ ഉണ്ടായി. തത്ര മധ്യേ അക്കാലത്തെ സുരപതിഗിര ദേവേന്ദ്രന്റെ വാക്കുകൊണ്ട് ഭൗമ ദുശ്ചേഷ്ടദാനി നരകാസുരന്റെ കശ്മല പ്രവൃത്തികൾ ത്വം അവിടുന്ന് ശുശ്രൂത കേട്ടു. ഹരിവു. സാരം. ഭീമ ദുര്യോധനാദികൾക്കും ഭേദിക്കാൻ കഴിയാതിരുന്നതും താഴെ ജലത്തിൽ മാത്രം പ്രതിഫലിച്ചിരുന്നതും മത്സരവുമായ ലക്ഷ്യം ആ നിഴൽ നോക്കി എയ്തു ഭേദിച്ച് അവിടുന്ന് മദ്രരാജപുത്രിയായ ലക്ഷ്മണയെ വിവാഹം കഴിച്ചു. ഇപ്രകാരം രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിദ്യ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നീ 8 ഭാര്യമാരോടൊരുമിച്ച് അങ്ങ് സുഖമായി താമസിച്ചു. അക്കാലത്തെ ഇന്ദ്രൻ വന്ന് നരകാസുരന്റെ അതിക്രമങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. മൃദായാതം പക്ഷിപ്രവരമതിരൂഢസ്ത്വമഗമോ വഹനങ്കേ ഭാമാമുപനം ഇവാരാടിഭവനം വിഭിന്ദൻ ദുർഗാണി ത്രുടിത പൃതനാശോണിതരസൈ പുരം താപൻ പ്രാഗ്ജ്യോതിഷമകുരധാശോണിതപുരം. അന്വയം അർത്ഥം. മൃദായാതം സ്മരിക്കപ്പെട്ടപ്പോൾ അടുക്കലെത്തിയ പക്ഷിപ്രവരം പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെ അതിരൂഢം കയറിയിട്ട് ഭാമാം സത്യഭാമയെ അങ്കേ മടിയിൽ വഹൻ വഹിക്കുന്നവനായ ത്വം അങ്ങേ ഉപവനം ഇവ ഉദ്യാനം എന്ന പോലെ അരാതിഭവനം ശത്രുവായ നരകാസുരന്റെ നഗരത്തെ ഗമിച്ചു. താവൻ അപ്പോൾ ദുർഗാണി കോട്ടകൾ വിഭിന്ദ്രൻ തകർക്കുന്നവനായി ത്രുടിത പ്രതനാശോണിതരസൈ പിളർക്കപ്പെട്ട ശത്രുക്കളുടെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തത്താൽ പ്രാഗ്ജ്യോതിഷം എന്ന പേരുള്ള പുരത്തെ ശോണിതപുരമാക്കി അഗുരുത ചെയ്തു. ഹരിവു. സാരം. സ്മരിക്കപ്പെട്ടപ്പോൾ തന്നെ മുമ്പിലെത്തിയ ഗരുഡന്റെ പുറത്ത് സത്യഭാമയും ഒരുമിച്ച് അവിടുന്ന് കയറി യാത്ര ചെയ്തു. ശത്രുവായ നരകാസുരന്റെ രാജധാനിയായ പ്രാഗ്ജ്യോതിഷത്തിൽ ഒരു ഉദ്യാനത്തിൽ എന്ന പോലെ നിർഭയനായും സന്തോഷവാനായും അങ്ങ് പ്രവേശിച്ചു. അവിടെയുള്ള കോട്ടകളും കൊത്തളങ്ങളും എല്ലാം അടിച്ചു തകർത്ത് ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ ഭടന്മാരുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചോര കൊണ്ട്
പ്രാഗ്ജ്യോതിഷമെന്ന നരകാസുരൻ്റെ നഗരം ശോണിതപുരമാക്കി തീർത്തു. ഹരി ഓം.